ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ചെറിയ ചെറിയ മൺകൂനകൾക്ക് നടുവിൽ മെലിഞ്ഞു നീണ്ട് ഒറ്റക്കാൽ മാത്രമുള്ള മരച്ചീനി ചെടികൾ തഴച്ചു വളർന്നു നിൽക്കുന്നതിനിടയിലൂടെ അവൾ വളഞ്ഞു പുളഞ്ഞു നടന്നു. ചെടിയിലെ ഇലകൾ തണ്ടോടുകൂടി പൊട്ടിച്ച് ചെറുതായി ഒടിച്ച് മാല പോലെയാക്കി കഴുത്തിൽ ഇട്ടാണ് നടപ്പ്. മണ്ടയിലുള്ള ഇലകൾ സൂര്യനെ തടയുന്നുണ്ടെങ്കിലും കിട്ടിയ വിടവുകളിൽ കൂടിയെല്ലാം നൂണ്ട് കയറുന്നുണ്ട് കള്ളരശ്മികൾ. തറവാട്ടിലെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന മുരളിയേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ തൊരപ്പനേക്കാൾ കൂടുതൽ കപ്പക്കിഴങ്ങ് മോഷ്ടിക്കുന്നത് ആവണിയാണത്രേ. മരച്ചീനി ചെടിയുടെ ചോട്ടിൽ കമ്പുകൊണ്ട് കുത്തി ഇളക്കി കിഴങ്ങ് പൊട്ടിച്ച് പച്ചയ്ക്ക് തിന്നാൻ അവൾക്ക് വലിയ ഇഷ്ടാണ്. ചുറ്റും നോക്കി ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി അത്ര നല്ലതല്ലാത്ത ഒരു ചെടിയുടെ ചുവട്ടിൽ മാന്തുകയായിരുന്നു അവൾ. അല്ലെങ്കിലും ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങോട്ട് ആര് വരാൻ? ഹോസ്പിറ്റലിൽ നിന്നും വന്ന ശേഷം ആരും തന്നെ അവളെ ഒന്നിനും വഴക്ക് പറയാറില്ല. ആ ധൈര്യത്തിലാണ് ഈ നട്ടുച്ചയ്ക്ക് മോഷ്ടിക്കാൻ ഇറങ്ങിയത്. തൊട്ടടുത്ത് ഒരു റെഡ് കളർ സ്ലിപ്പർ ഇട്ട പാദവും നിറയെ രോമങ്ങളുള്ള കാലും വന്നു നിന്നത് കുനിഞ്ഞിരുന്ന് മണ്ണിൽ മാന്നിക്കൊണ്ടിരുന്ന ആവണിയുടെ കൈകളുടെ സ്പീഡ് കുറച്ചു. പതിയെ നിശ്ചലമായി. ഒറ്റ നോട്ടത്തിൽ ഒരു മോഡേൺ ലുക്ക് കണ്ട് ഇതാരപ്പ എന്ന ആലോചനയോടെ അവൾ മുഖമുയർത്തി നോക്കി. സൂര്യകിരണങ്ങളുടെ മായാജാലത്തിൽ അയാളുടെ മുഖത്ത് ഒരു കറുപ്പ് മാത്രമാണ് അവൾ കണ്ടത്. മണ്ണിൽ പടിഞ്ഞിരുന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള പിസ്സ ഗോപുരത്തിന് ചുവട്ടിലിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ കമ്പ് താഴെയിട്ട് ഇരു കൈകളും തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. പിന്നെ രണ്ട് കൈകളും ഇടുപ്പിൽ കുത്തി വന്നു നിന്ന ആളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തു. ഇവിടെയുള്ള ആളല്ല, ഒരു പച്ച പരിഷ്കാരിയാണെന്ന് മുട്ടൊപ്പം നീളമുള്ള നേവി ഡിസൈൻ ട്രൗസറും ടീഷർട്ടും കണ്ടാൽ അറിയാം. മോഷണം കൈയോടെ പിടിച്ചിട്ടും അവളുടെ കൂസലില്ലായ്മ അവനെ ഒന്ന് അത്ഭുതപ്പെടുത്തി. ആരാ? എന്താ ഇവിടെ കാര്യം? ഒരു ആറാം തമ്പുരാൻ ടച്ച് തോന്നിയ ആ ചോദ്യം അവൾ കേട്ടതായി ഭാവിച്ചില്ല. പട്ടാപ്പകൽ മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? അതെ. അവളുടെ മറുപടി അവന്റെ വായടച്ചു. മോഷണം കൈയോടെ പിടിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ പ്രതീക്ഷിച്ച അവന് തെറ്റി. തന്റെ സാമ്രാജ്യത്തിൽ അതിക്രമിച്ചു കയറിയ ഒരു ഭീകരവാദിയോടെന്ന പോലെ അവൾ പറഞ്ഞു. അധികം സമയം ഇവിടെ നിൽക്കണ്ട, വേഗം വിട്ടോ. അവൾ വീണ്ടും മണ്ണ് മാന്താൻ തുടങ്ങി. അതവനെ ചൊടിപ്പിച്ചു. ഡി എഴുന്നേൽക്കടി, പോടാ. ഡീ എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതി. അത് കേട്ടതും അവൻ അരിശം ഇരച്ചു കയറി. അത് ശരി, ഞങ്ങളുടെ കൃഷിയിടത്തിൽ കയറി ഞങ്ങളുടെ കൃഷി മോഷ്ടിച്ചിട്ട് എന്നോട് പോകാനോ? അവൾ സംശയത്തോടെ എഴുന്നേറ്റു. പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി. ഒരു ദൈന്യതയും വിനയവും എവിടെ നിന്നോ ഓടിയെത്തി. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. മുരളിയേട്ടന്റെ ആരാ? അങ്ങനെ വഴിക്കുവാ. ഞാൻ മുരളിയേട്ടന്റെ മോനാ. ഓ, മുരളിയേട്ടന് 3 ആൺമക്കളാണ്. മുരളിയേട്ടന്റെ സഹോദരിക്ക് മക്കളില്ലാത്തതുകൊണ്ട് മൂത്ത മകൻ അവിടെയാണെന്ന് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ മുതലാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലായി. വിശന്നിട്ടാ, 2 ദിവസമായി എന്തേലും കഴിച്ചിട്ട്. വീട്ടിൽ പട്ടിണിയാ. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വന്ന് മോഷ്ടിക്കാറുണ്ട്. മുരളിയേട്ടന് അതറിയാം, എന്നാലും ഒന്നും പറയില്ല. സോറി. അവൾ മുഖത്ത് വീണ്ടും ദൈന്യത വരുത്തി. അവന് വിഷമം തോന്നി. കുട്ടി വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് അറിയാതെ ആവശ്യത്തിന് പൊട്ടിച്ചോളൂ. അവൻ പരിഭ്രമത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു. പൊട്ടി വന്ന ചിരി അവൾ അമർത്തി. ഏട്ടനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മാമിയുടെ വീട്ടിലായിരുന്നു. ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. അതിന്റെ ഭാഗമായിട്ട് വന്നതാ. കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവും. ഓ, എന്നാ ഞാൻ പോട്ടെ. അവൻ 2 ചോട് കപ്പ പൊട്ടിച്ച് അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങിച്ച് വീട്ടിലേക്ക് നടന്നു. കുട്ടിയുടെ പേരെന്താ? ജേർണലിസ്റ്റ് അല്ലേ, കണ്ടുപിടിച്ചോളൂ. അവൾ പൊട്ടിച്ചിരിച്ചിട്ട് ഓടി മറഞ്ഞു. ഇവളെന്നെ പറ്റിച്ചതാണോ? അവൻ സംശയിച്ചു. കുളക്കടവിൽ ദേവന്റെ തോളിൽ ചാരിയിരുന്ന് അവൾ രാവിലത്തെ സംഭവങ്ങൾ അവനോട് പറഞ്ഞു. എല്ലാം അവന് മുൻപിൽ കുടഞ്ഞിട്ടില്ലെങ്കിൽ അവൾക്ക് മനസ്സിന് ഒരു അസ്വസ്ഥതയാണ്. അവളുടെ മനസ്സിന്റെ മുക്കും മൂലയും അവന് കാണാപാഠമാണ്. ആ കപ്പയാണ് ഞാൻ ചായക്കൊപ്പം തട്ടിയത് അല്ലേ? അതെ. പിന്നെയും അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവനെല്ലാം മൂളി കേട്ടു. അവൾ ആയുഷ്മാനെ കുറിച്ച് ഒന്നും പറയാത്തത് അവന് ആശ്വാസമായി.
അവൻ അതേക്കുറിച്ച് അവളോടൊന്നും ചോദിക്കുകയും ചെയ്തില്ല. ഇതൊരു അവസരമാക്കി അവളെ ആയുഷ്മാനിൽ നിന്നും അകറ്റാൻ അവൻ നിശ്ചയിച്ചു. ആയുഷ്മാനെ കുറിച്ച് ദേവേട്ടനൊന്നും പറയാത്തത് തന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണെന്ന് അവൻ പറയാതെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. അവന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് വാക്കുകളുടെ സഹായം ആവശ്യമില്ലായിരുന്നു. ദേവേട്ടന്റെ സപ്പോർട്ടില്ലെങ്കിൽ ചിലപ്പോൾ തനിക്ക് ആയുഷ്മാനെ മറക്കാൻ കഴിഞ്ഞേക്കുമെന്ന് അവൾ വെറുതെ ആഗ്രഹിച്ചു. ഞാൻ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. അവിടേക്ക് വന്ന് ഉമയെ കണ്ട് അവൾ എഴുന്നേറ്റു. എന്തു പറ്റി ദേവേട്ട അവൾക്ക്? കല്യാണം കഴിഞ്ഞു മതി പുന്നാരം എന്നാണല്ലോ അവൾ പറയാറ്. ആവണി എഴുന്നേറ്റ് പോയത് കണ്ട് ഉമ അതിശയത്തോട് ചോദിച്ചു. ഉമ പറഞ്ഞത് ശരിയാണെന്ന് ദേവനും തോന്നി. പക്ഷെ അവൾ എഴുന്നേറ്റ് പോയത് തനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അവൻ തെല്ല് അതിശയത്തോടെ ചിന്തിച്ചു. ആയുഷ്മാൻ തന്റെ ബ്ലോഗ് ഓപ്പൺ ചെയ്തു. ആവണിയുടെ മെസ്സേജ് ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടും അവന്റെ വിരലുകൾ ഇൻബോക്സിലേക്ക് നീങ്ങി. അവളുടെ റിപ്ലൈ ഇല്ലെന്ന് ഉറപ്പുവരുത്താനോ അതോ ആ മറുപടി എന്തെന്നറിയാനോ? മഹാദേവ, ഈ സതിയുടെ മൗനം അങ്ങയുടെ മനസ്സിനെ ഭയപ്പെടുത്തിയെങ്കിൽ മാപ്പ്. നിന്റെ അടയാളം എന്നിൽ നിന്ന് മായ്ക്കാൻ ഞാൻ വെറുതെ ശ്രമിച്ചു നോക്കി. പക്ഷെ തോറ്റുപോയി. ജയിക്കാതിരിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാവാം നിന്നിലെ പാതിയായി നിന്നിൽ ചേർന്നാൽ മതി എനിക്ക്. വിറയ്ക്കുന്ന ഹൃദയത്തോടെയാണ് അവൻ അത് വായിച്ചത്. അവളുടെ പ്രണയത്തിന്റെ ആഴം അറിയുന്ന അവന്റെ നെഞ്ചിൽ ആദ്യമായി ഒരു പോറലുണ്ടായി. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവന്റെ വിരലുകൾ കീബോർഡിൽ അവൾക്കായി അക്ഷരങ്ങളെ തഴുകി. എന്തോ ഒന്ന് അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടെന്ന പോലെ അവന്റെ വിരലുകൾ കീബോർഡിൽ നിശ്ചലമായി. പെട്ടെന്ന് തന്നെ അവന്റെ ചൂണ്ടുവിരൽ ബാക്ക് സ്പേസ് ബട്ടണിൽ അമർന്നു. ടൈപ്പ് ചെയ്ത എല്ലാ ലെറ്റേഴ്സും അപ്രത്യക്ഷമാകുന്നതുവരെ അവന്റെ വിരൽ ആ ബട്ടണെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. KCB ഓഫീസിലെ തന്റെ ചെയറിൽ ഫാനിന്റെ കടകട ശബ്ദവും കേട്ട് ദേവൻ കണ്ണടച്ച് ചാരിക്കിടന്നു. അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. കാരണം കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ കാരണത്തെ അംഗീകരിക്കാനുള്ള അനുവാദം ഇല്ലാത്ത, ഒരു പേരില്ലാത്ത അസ്വസ്ഥത അവനെ മൂടി. മനസ്സ് നേരെ നിൽക്കാത്തതിനാൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവന് കഴിഞ്ഞില്ല. ലീവ് മാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ലാപ്പ് ഓഫ് ചെയ്യുന്നതിനിടയിൽ ഫോൺ റിംഗ് ചെയ്തു. സ്ക്രീനിൽ ആവണിയുടെ മുഖം തെളിഞ്ഞു. സാധാരണ അവൾ കോൾ ചെയ്യാറില്ല. സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യാറാണ് പതിവ്. എന്താ പതിവില്ലാത്ത ഒരു കോൾ? ദേവേട്ടൻ തിരക്കിലാണോ? കാര്യം പറയ് പെണ്ണേ. ഒന്നുമില്ല. ആയുഷ്മാൻ. അവൻ റിപ്ലൈ ചെയ്തിട്ടില്ല ദേവേട്ട. എനിക്ക് എന്തോ വല്ലാത്ത ഒരു വിഷമം. നെഞ്ചിൽ ഒരു ഭാരമുള്ള കല്ല് കയറ്റി വെച്ചതുപോലെ. ഒരു പേടി. കഴിഞ്ഞ ദിവസത്തെ പോലെ എങ്ങാനും ആവോ? ദേവേട്ടന് ഊണ് കഴിക്കാൻ വരുമോ? ദേവേട്ടനെ ഒന്ന് കണ്ടാ ഞാനൊന്ന് ഫ്രീ ആവും. തിരക്കാണെങ്കിൽ വേണ്ട. ഞാൻ വരാം, നീ വിഷമിക്കണ്ട. ശരി. അവൾ ഫോൺ കട്ട് ചെയ്തു. ആവണിയെ ആ ചുഴിയിൽ നിന്നും രക്ഷിക്കാൻ കഴിയും എന്ന അവന്റെ ദുർബലമായ ആത്മവിശ്വാസം കൂടുതൽ ദുർബലമായി. ഊണ് കഴിക്കാൻ വന്ന ദേവനെ പിടിച്ചു വലിച്ച് അവൾ ഓടുകയായിരുന്നു. റൂമിൽ കയറി വാതിൽ അടച്ച് അവൾ ലാപ്പ് ഓൺ ചെയ്തു. നീ എന്നെ പ്രതീക്ഷിക്കുമെന്ന് എനിക്കറിയാം. എന്താണ് നിന്നോട് പറയേണ്ടത്? അറിയില്ല എനിക്ക്. നിന്റെ പ്രണയം നേടാനുള്ള അർഹതയില്ല എനിക്ക് ഈ ജന്മത്തിൽ. കാത്തിരിക്കാം ഞാൻ അടുത്ത ജന്മത്തിനായി. നീ പറഞ്ഞതുപോലെ നിന്റെ മാത്രം മഹാദേവനായി ജനിക്കാൻ. ആവണിയുടെ ഇൻബോക്സിൽ ആയുഷ്മാന്റെ ടെക്സ്റ്റ് വായിച്ച് ദേവൻ അവളെ തിരിഞ്ഞു നോക്കി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും അവന്റെ ഹൃദയം ആർദ്രമാക്കി. ഒരു ആശ്രയത്തിനെന്നവണ്ണം തന്നെ ഉറ്റുനോക്കുന്ന അവളുടെ ഇരു കവിളിലും ചെറു ചൂടുള്ള അവന്റെ കൈത്തലം പൊതിഞ്ഞു. നിറഞ്ഞു തുളുമ്പാൻ വെമ്പുന്ന മിഴിനീർ കണങ്ങൾ കാഴ്ച മറച്ചപ്പോൾ അവൾ മിഴികളൊന്ന് ചിമ്മി തുറന്നു. പുറത്തേക്കൊഴുകി അവളുടെ കവിളിൽ ചാലിട്ട ആ മിഴിനീർ കണങ്ങൾ അവന്റെ കൈകളിൽ മാത്രമല്ല ഹൃദയത്തിലും പൊള്ളലേൽപ്പിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അവളുടെ വിതുമ്പലിന്റെ രാഗവും അവന്റെ വിങ്ങുന്ന ഹൃദയത്തിന്റെ താളവും ഒന്നു ചേർന്ന് പുതിയൊരു ഗാനത്തിന് അകമ്പടി സേവിച്ചു. പച്ച പട്ട് വിരിച്ച തറവാട് വക നെൽപ്പാടങ്ങൾക്കിടയിലൂടെ വെറുതെ നടക്കുകയായിരുന്നു മൂന്നാളും. തണുപ്പുള്ള കാറ്റ് നെൽച്ചെടികളെയും അവരെയും തഴുകി കുളിരണിയിച്ചുകൊണ്ടിരുന്നു. അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ആ പച്ച പരവതാനിയിൽ നിഴലായും തെളിവായും നഖചിത്രങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. ഹേയ്! വിളികേട്ട മൂവരും തിരിഞ്ഞു നോക്കി. ദേവനും ഉമയ്ക്കും ആളെ മനസ്സിലായില്ലെങ്കിലും ആവണി അയാളെ നോക്കി കൈ ഉയർത്തി കാണിച്ചു.
ആരാടിയത്? ഉമ ചോദിച്ചു. മുരളിയേട്ടന്റെ മോനാ. ആവണിയുടെ പരിചയഭാവം കണ്ടപ്പോൾ ദേവൻ ആളെ മനസ്സിലായി. ആവണി ദേവനെ നോക്കി അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അയാൾ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ആവണിയല്ലേ? കണ്ടുപിടിച്ചു അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു തോരപ്പനേക്കാൾ കൂടുതൽ കിഴങ്ങ് മോഷ്ടിക്കുന്നത് കുട്ടിയാണെന്ന്. അവൻ കളിയായി പറഞ്ഞു. പിന്നെ ദേവനെയും ഉമയെയും നോക്കി പരിചയപ്പെടണം എന്ന ഭാവത്തിൽ ആവണി അവരെ പരിചയപ്പെടുത്താൻ തുടങ്ങി. ഇത് ദേവേട്ടൻ, ഇത് ഉമ. ആവണി പറഞ്ഞു തീരും മുൻപേ അവൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. അതെ, അച്ഛൻ പറഞ്ഞു എല്ലാം. അവർ പരസ്പരം പരിചയപ്പെട്ടു. മുരളിയേട്ടന്റെ മോനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഇയാളെ കണ്ട കാര്യം ആവണി പറഞ്ഞു. ഇവൾ ഇന്നലെ എന്നെ ഒന്ന് പറ്റിച്ചു. സാരമില്ല, എനിക്കും കിട്ടും ഒരു ചാൻസ്. ഉമയ്ക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ അപ്പോൾ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. എന്ത് ചെയ്യുന്നു? ദേവൻ ചോദിച്ചു. ഞാനൊരു ജേർണലിസ്റ്റ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു സൈഡിലൂടെ പോകുന്നു. ആക്ച്വലി അമ്മാവന്റെ ചെറിയൊരു ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തുന്നു. ഓ. അല്പനേരത്തെ പരിചയപ്പെടലിനും കുശലാന്വേഷണങ്ങൾക്കും ശേഷം അവർ പിരിയാൻ നേരം ആവണി ചോദിച്ചു. എന്താ പേര്? പറയില്ല, നീ കണ്ടുപിടിച്ചോ. ഓ അങ്ങനെ. അവൾ ഇന്നലത്തെ സംഭവം ഓർത്ത് തല കുലുക്കി പറഞ്ഞു. ഇയാളെപ്പോലെ എനിക്കതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ശരിയാണെന്ന് അവനും തോന്നി. പക്ഷെ എങ്ങനെയാ പെട്ടെന്നങ്ങ് പറയുന്നേ? ഒരു കാര്യം ചെയ്യൂ, താനൊന്ന് ഗസ് ചെയ്യൂ. ഓക്കെ, നോക്കട്ടെ. ഇയാളുടെ അനിയന്മാരുടെ പേര് ആരുഷ് എന്നും ആശിഷ് എന്നും അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആ എന്നായിരിക്കും അല്ലേ? കറക്റ്റ്. നീ ആള് കൊള്ളാലോ. ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ അവൾ തല ചെരിച്ചിട്ടിരുന്ന ടീഷർട്ടിന്റെ ഇല്ലാത്ത കോളർ പൊക്കി. ഒന്ന് പോയേടി, അവളുടെ ഒരു വലിയ കണ്ടുപിടുത്തം. ദേവൻ അവളെ കളിയാക്കി. അനിയന്മാരുടെ പേരിന് മലയാളത്തിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പോ ഇയാളുടെ പേരിനും 3 അക്ഷരങ്ങളാവും അല്ലേ? അതെ. പിന്നെ അവൾ അങ്ങനെയൊരു പേര് ആലോചിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടുകൾ ചലിച്ചു. ആയുഷ്. യെസ്, അവൻ കൈ ഞൊടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവന്റെ മുഖത്തെ ചിരി മാഞ്ഞു. ആവണിയുടെയും. ആയുഷ് മേനോൻ, ദാറ്റ്സ് മൈ നെയിം. ആയുഷ് മേനോൻ. ആവണി ആ പേര് ഒന്നുകൂടി ആവർത്തിച്ചു. ദേവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അതേ നിമിഷം അവളെയും.